الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതി നമ്മെ വിട്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇനി ബാക്കിയുള്ള ഏറെ സവിശേഷമായ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 സമാഗതമാകുമ്പോൾ അതിനു മുമ്പുള്ള ദിനങ്ങളിൽ സജീവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ അവസാനത്തെ 10 തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ മുണ്ട് മുറുക്കി ഉടുക്കാറുണ്ടായിരുന്നു എന്ന ഒരു പ്രയോഗം ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അറബി ഭാഷയിൽ ഷദ്ദുൽ മിഇസർ എന്നാണ് പ്രയോഗം. ഒരു സംഗതിയെ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ, അതിലങ്ങ് വ്യാപൃതരാകാൻ വേണ്ടി നടത്തുന്ന ഒരുക്കത്തെയാണല്ലോ മലയാള ഭാഷയിൽ മുണ്ട് മുറുക്കി ഉടുത്ത് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയാറുള്ളത്. അതേ പ്രയോഗത്തിന് സമാനമാണ്. അപ്പോൾ ഇനിയുള്ള ദിനങ്ങൾ എത്രമേൽ പ്രാധാന്യമുള്ളതാണ് തിരുനബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ പ്രാധാന്യം എത്ര ഗൗരവത്തിലാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഈ പ്രയോഗം നമ്മെ സഹായിക്കും. ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിനങ്ങളെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് നമുക്ക് സമാഗതമായിരിക്കുന്ന ഗൗരവത്തോടു കൂടി ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഉദവി നൽകുമാറാവട്ടെ. ഇന്ന് റമദാൻ 18 ആണ്. ഇന്നലെ റമദാൻ 17 ആയിരുന്നു. ബദർ യുദ്ധത്തിൻ്റെ ചരിത്ര സ്മരണ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ബദറിൻ്റെ ചരിത്രം കഴിഞ്ഞുപോയ കാലത്തെ ഏതോ ഒരു സംഭവ ചരിത്രം മാത്രമല്ല. നേരെ ചൊവ്വേ കാര്യങ്ങൾ പഠിക്കുന്ന, നിരീക്ഷിക്കുന്ന വിശ്വാസികൾക്ക് അത് ആവർത്തനക്ഷമതയുള്ള ഒരു ചരിത്രമാണ്. ബദർ മണ്ണിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതാണ്. ബദറിൻ്റെ ആവർത്തനം അനിവാര്യമായി വരുമെന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല, ബദർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ചരിത്ര പശ്ചാത്തലം. ഗസയുടെ പശ്ചാത്തലത്തിൽ ബദറിനെ വായിക്കുമ്പോൾ, ഇന്ത്യൻ അവസ്ഥയിൽ ജീവിക്കുന്ന മുസൽമാന്മാർ ബദറിനെ വായിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം നമുക്ക് ശരിക്കും ബോധ്യമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാനിലെ ആലസ്യത്തിൻ്റെ ഇടയിൽ ബദറിൻ്റെ സമരോത്സുകതയെക്കുറിച്ചുള്ള ചരിത്ര പഠനം
നമ്മെ കൃത്യമായ ഒരുപാട് വെളിപാടുകളിലേക്ക്, പാഠങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആമുഖമായി മനസ്സിലാക്കുക. പൈശാചിക ശക്തികൾക്ക് ആധിപത്യമുള്ള ഒരു സാമൂഹിക, രാഷ്ട്രീയ ലോകക്രമത്തിൽ അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ സമാധാന ജീവിതം സാധ്യമാകൂ എന്ന വസ്തുതയെ വളരെ വ്യക്തമായി വ്യക്തമാക്കി മനസ്സിലാക്കി തരികയാണ് ബദർ. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സത്യസന്ദേശത്തെ അഥവാ ഇസ്ലാമിനെ, ധാർമ്മിക ശക്തി അഥവാ ഇസ്ലാമിൻ്റെ ചേരിയെ തങ്ങളുടെ ഇടങ്ങളിൽ സമാധാനപൂർവ്വം തുടരാൻ പൈശാചിക ശക്തികൾ സമ്മതിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സമ്മതിക്കാതെ വന്നപ്പോഴാണല്ലോ പോരാട്ടം ഇസ്ലാമിൽ അനിവാര്യമായി വന്നത്. ഈ യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് ഉറപ്പിച്ച ഒരു ചരിത്ര സന്ദർഭമാണ് ഹിജ്റയുടെ 2-ാം വർഷത്തിൽ നടന്ന ബദർ യുദ്ധം. നമ്മുടെ കാലഘട്ടം അനുസരിച്ച് CE 624 കോമൺ ഇറ 624-ാം വർഷം മാർച്ച് 13-നാണ് ബദർ യുദ്ധം നടന്നത്. റമദാൻ 17 ഹിജ്റ 2-ാം വർഷം. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ്. മക്കയിലെ പൈശാചിക ശക്തി, അങ്ങനെ വേണം വിളിക്കാൻ, പൈശാചിക അച്ചുതണ്ട്, ഇന്നും അങ്ങനത്തെ അച്ചുതണ്ട് ലോകത്തുണ്ട്. ആ പൈശാചിക ശക്തി മക്ക വിട്ട് മദീനയിൽ ഇടം തേടിയ സമാധാന ശക്തിയെ, ധാർമ്മിക ശക്തിയെ, ഇസ്ലാമിക സമൂഹത്തെ അവിടെ തുടരാൻ അനുവദിക്കുകയില്ല, സ്വസ്ഥമായി നിങ്ങളെ മദീനയിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് അതിനെതിരെ പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് യുദ്ധമുഖത്തേക്ക് മുസ്ലിം സമൂഹത്തെ അള്ളാഹു എത്തിക്കുന്നത്. ഇങ്ങനെയാണ് ചരിത്രം. മക്കയിൽ 13 കൊല്ലക്കാലം അവർ പോരാട്ടത്തിൻ്റെ രീതി സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് മക്ക വിട്ടവർ മദീനയിൽ വന്നു. മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വന്നപ്പോൾ അവർക്ക് അല്ലാഹു അനുവാദം കൊടുത്തുകൊണ്ട് സൂറ ഹജ്ജിലെ 39-ാം വചനം, ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു, മർദ്ദിതരായ ഈ ജനവിഭാഗത്തിന് യുദ്ധത്തിന് നാം ഇതാ അനുവാദം കൊടുത്തിരിക്കുന്നു. മർദ്ദിതർക്ക് പോരാടാൻ അനുവാദമുണ്ട്, അതവരുടെ അവകാശമാണ്. മർദ്ദകന്റെ എല്ലാ മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി ജീവിക്കേണ്ടവരല്ല മർദ്ദിതർ. മർദ്ദിതരുടെ പോരാട്ട വീര്യം പുറത്തെടുക്കേണ്ടവരാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠ. പലപ്പോഴും നമുക്ക് ഇത്തരം പാഠങ്ങൾ അസ്കത ഉണ്ടാക്കും. ഇപ്പോൾ ബദറിൽ പോരാടാൻ അനുവാദം കൊടുക്കപ്പെട്ട കൂട്ടരുണ്ടല്ലോ, അവർക്കങ്ങനെ അനുവാദം കൊടുക്കാനുള്ള കാരണം ബി അന്നഹും ദുലിമു, ഒരു മർദ്ദിതരാണ് എന്നതാണ്. അത്തരം മർദ്ദിതരെ സഹായിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹു പറയാ അവരെ സഹായിക്കാൻ അള്ളാഹു ശക്തനാണ്, കഴിവുള്ളവനാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഈ വിശ്വാസികൾ, മദീനയിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അള്ളയാണെന്ന് പ്രഖ്യാപിച്ചതിന് കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് മുസൽമാന്മാർ പീഡിപ്പിക്കാനുള്ള കാരണം ഇതാ. അവർ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ, ഗസയിലെ ഫിലസ്തീനിലെ മുസൽമാന്മാർ പുറത്താക്കപ്പെടാൻ കാരണം മുസ്ലിമീങ്ങളായതുകൊണ്ട് മാത്രം. അവകാശം ആ നാട് അവരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ മുസൽമാന്മാർ രാഷ്ട്രരഹിതരാക്കപ്പെടാനും പൗരത്വ രഹിതരാക്കപ്പെടാൻ കാരണം അവർ മുസ്ലിമീങ്ങൾ എന്നത് മാത്രമാണ്. അപ്പൊ ഇതൊരു ന്യായമാണ്. ലോകത്ത് ആവർത്തിക്കപ്പെടുന്ന ഈ പൈശാചിക ശക്തിയുടെ ന്യായം ബദറിനെ അനിവാര്യമാക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണെന്ന് ഈ പശ്ചാത്തലം പഠിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ദുഷ്ടശക്തികളുടെ പൈശാചിക അച്ചുതണ്ടിനോട് പൊരുതിയിട്ടല്ലാതെ ശാശ്വത സമാധാനം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധമുഖത്തേക്ക് വിശ്വാസി സമൂഹത്തെ എത്തിച്ചതിലൂടെ നമ്മെ മനസ്സിലാക്കിയത്. അല്ലാഹു അവരോട് പറഞ്ഞത് 2 സംഘത്തിൽ ഒന്നിനെ നേരിടണമെന്നാണ്. അങ്ങനെ അവർ പുറപ്പെട്ടു മദീനയിൽ നിന്ന്. അവർ പുറപ്പെടുന്നതിന് മുമ്പിലുള്ള പ്രതീക്ഷ കച്ചവട സംഘത്തെ നേരിടാമെന്നാണ്. പക്ഷേ അല്ലാഹു അവിടുന്ന് അവരെ എത്തി യുദ്ധമുഖത്തേക്ക്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു ഈ ഭാഗം സൂറ അംഫാലിൽ, രണ്ടിലൊരു സംഘത്തെ നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അല്ലാഹു പറഞ്ഞത്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ യുദ്ധത്തിന് ഒരുങ്ങിയല്ല പുറപ്പെട്ടത്, സാധാരണ പുറപ്പെടുന്ന രീതിയിൽ പുറപ്പെട്ടതാ. രണ്ടാമതൊരു സംഘത്തെയാണ് നേരിടേണ്ടി വരിക എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ശക്തി കുറഞ്ഞ
വിഭാഗത്തെ നേരിടാം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, കച്ചവട സംഘത്തെ നേരിടാം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് ചെയ്തു? വയുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത് യുഹിക്കൽ ഹഖ്ക ബികലിമാതിഹി, അവന്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ ഹക്കിനെ ഹക്കായിട്ട് പുലർത്തണം എന്നായിരുന്നു. വയഖ്തഅദാബിറൽ കാഫിരീൻ, ആ സംഭവത്തിലൂടെ നിഷേധികളുടെ അടിവേർ അറുത്ത് കളയണം എന്നുമായിരുന്നു എന്നാണ്. അപ്പൊ യുദ്ധമുഖത്തേക്ക് അല്ലാഹു എത്തിച്ചതാ. അവരോട് പറഞ്ഞ രണ്ടാമൊരു സംഘത്തെ നേരിടേണ്ടി വരുമെന്നാണ്. അവർ ആഗ്രഹിച്ചത് കച്ചവട സംഘത്തെ നേരിടാമെന്നാണ്. പക്ഷേ അവിടുന്ന് കച്ചവട സംഘം രക്ഷപ്പെട്ടു പോവുകയും മക്കയിൽ നിന്ന് വലിയൊരു സൈന്യം പുറപ്പെട്ടു വരികയും അങ്ങനെ ഈ മുസ്ലിം സമൂഹം സൈന്യത്തിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായിരുന്നു. അവിടെ അള്ളയാണ് തീരുമാനിച്ചെന്ന് പറയാൻ ഇനിയും ന്യായമുണ്ട്. സൂറ അംഫാൽ 22-ാം വചനം അള്ളാഹു പറയുന്നു, ഇങ്ങനെ ഒരു യുദ്ധം മക്കയും മദീനയിൽ നടക്കണം നിങ്ങൾ ഡേറ്റ് തീരുമാനിച്ചിരുന്നു എങ്കിൽ, അങ്ങനെയാണ് തീയതി കുറിച്ചിട്ടൊരു യുദ്ധം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഡേറ്റ് കുറിച്ചിട്ട് തീയതി കുറിച്ചിട്ട് സ്ഥലം തീരുമാനിച്ചിരുന്ന യുദ്ധത്തിനൊരു തീയതി കുറിക്കുന്ന രീതി ഉണ്ടായെങ്കിൽ നിങ്ങൾ പിൻവാങ്ങുമായിരുന്നു, ഈ യുദ്ധം നടക്കുമായിരുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അള്ളാഹു എന്ത് ചെയ്തു? മണ്ണിൽ നടക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹ് അങ്ങ് നടപ്പാക്കി. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് തീയതി പറഞ്ഞില്ല, യുദ്ധമുഖത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞില്ല. രണ്ടാമത് സംഘം നേരിടുന്നേ പറഞ്ഞുള്ളൂ. നിങ്ങളെ യുദ്ധമുഖത്തെ എത്തിച്ചു, യുദ്ധം നടക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തീരുമാനിച്ചു നടന്നതാണെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗം. എന്തുകൊണ്ടാണ് ഈ തീരുമാനം? മർദ്ദ ജനവിഭാഗത്തിന് പൊരുതിക്കൊണ്ടേ ജീവിക്കാൻ പറ്റൂ. പൈശാചിക അച്യുതനോട് പൊരുതിയിട്ടേ ജീവിക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കി തരാൻ അങ്ങനെയാണ് ആ സംഭവം നടന്നത്. ഐതിഹാസികമായ വിജയമുണ്ടായി. ലോകത്ത് പുതിയ ഒരു തിരിച്ചറിവിന്റെ ചരിത്രം ഉദയം ചെയ്തു. സത്യത്തിന് ജയമുണ്ടായി. അധർമ്മത്തിന്റെ വക്താക്കൾ പരാജയപ്പെട്ടു. അന്നേ വരെ ലോകം ശക്തന്റെ വിജയം മാത്രമാണ് കണ്ടത്. അന്ന് ലോകം ദുർബലന്റെ വിജയത്തെ ആഘോഷിച്ചു. ഇന്നും ലോകം ദുർബലന്റെ വിജയത്തെ ആഘോഷിക്കുകയാണ്. ഫിലസ്തീനിലെ പോരാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരുപാട് പേരെ ലോകത്തുടനീളം നമുക്ക് കാണാം. അവിടെ ദുർബലന്റെ വിജയത്തിനാണ് അംഗീകാരം, ശക്തന്റെ വിജയത്തെ ആരും അംഗീകരിക്കില്ല. അപ്പൊ ദുർബലന്റെ വിജയമാണ് ലോകം അന്ന് കണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാ വിജയത്തിൽ നശിക്കുന്നവൻ വ്യക്തമായ തെളിവിന്റെ ബലത്തിൽ നശിക്കട്ടെ, ജീവിക്കുന്നവൻ വ്യക്തമായ തെളിവിന്റെ ബലത്തിൽ ജീവിക്കട്ടെ. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതോ നശിക്കാൻ ആഗ്രഹിക്കുന്നുവോ? വ്യക്തമായ തെളിവിന്റെ ബലത്തിൽ ജീവിക്കണം ജീവിക്കുന്ന വിശ്വാസികൾ. എന്നാൽ നശിക്കേണ്ടവൻ, നാശത്തിന്റെ പ്രത്യശാസ്ത്രം തലയിലേറ്റിയവൻ, അവൻ തെളിവിന്റെ അടിസ്ഥാന നശിച്ചു പോവട്ടെ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ്. സൂറ അംഫാൽ 42-ാം വചനം അല്ലാഹു വീണ്ടും പറയുന്നു ബദറിലെ വിജയത്തെ കുറിച്ച്, സത്യത്തെ സത്യമായി വിജയിപ്പിച്ച് കാണിക്കാൻ, അസത്യത്തെ മിഥ്യയെ തകർത്ത് തരിപ്പണമാക്കി കാണിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. വലൗകരിഹൽ മുജ്രിമൂൻ, ക്രിമിനലുകൾക്കത് സഹിക്കൂല കേട്ടോ. ക്രിമിനലുകൾക്ക്, കുറ്റവാളികൾ, മുജ്രിമൂൻ, അവർക്കത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും സത്യം സത്യമായി പുലർത്തുക, മിഥ്യ അസത്യം തകർന്ന് തരിപ്പണമാവുക, അത് നാണം കെട്ട് അമ്പെ പരാജയപ്പെടുക എന്നത് യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കാനുള്ള തീരുമാനിച്ചിരുന്നതാണ്. മക്കയിലെ പൈശാചിക ശക്തി പിന്നീട് ബദറിന് ശേഷം എന്തായി എന്ന് കൂടി പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നിലവിൽ ലോകത്ത് ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുപക്ഷത്ത് ആരൊക്കെ എന്ന് മനസ്സിലാക്കി തരാൻ ബദർ കഴിഞ്ഞ് ഉഹദിലൂടെ ഖന്തക്കിൽ എത്തി നിൽക്കുന്ന റസൂലുള്ളാഹി നേതൃത്വം കൊടുത്ത യുദ്ധചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മക്കയിലെ ഈ പൈശാചിക ശക്തി പിന്നീട് ബദർ കഴിഞ്ഞ് ഉഹദിലെത്തുമ്പോൾ ഉഹദിൽ അവർക്കൊരു പുതിയ സഖ്യ ശക്തിയെ കിട്ടുന്നുണ്ട്. ആരാണ് ആ സഖ്യശക്തി? അത് മുനാഫിക്കുകളാണ്. ആരാ മുനാഫിക്കുകൾ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഉഹദ് യുദ്ധത്തിന് 1000 സൈന്യത്തെ കൊണ്ട് റസൂലുള്ളാഹി പുറപ്പെട്ടതാ മദീനയിൽ നിന്ന്. പകുതി വഴി എത്തിയപ്പോ 1300 പേരെ മുനാഫിക്കുകളെയും കൊണ്ട്, കപട വിശ്വാസിയും കൊണ്ട് മുസ്ലിം നാമധാരിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ തിരിച്ചു പോന്നതാ. പിന്നീട് 700 സൈന്യത്തെയും കൊണ്ടേ പോയുള്ളൂ. അപ്പോൾ ഒരു പുതിയ കൂട്ടരെ കിട്ടി. ഈ സഖ്യസേനക്ക്, ഈ പൈശാചിക അച്ചുതണ്ടിലേക്ക് പുതിയ ഒരു ചേരി വന്നു. അത് മുസ്ലിം സമുദായത്തിലെ ചേരിയ. ഇന്നും മുനാഫിക്കുകൾ മുസ്ലിം സമുദായത്തിൽ പ്രകടമാണ്. ഇസ്ലാമിനോട് കൂറുള്ളാത്ത ജാതി സാധനങ്ങൾ. അവർ ഇസ്ലാമിന്റെ ആളുകൾ തന്നെയായിട്ട് നിലകൊള്ളും, പള്ളിയിൽ സജീവമായിട്ടുണ്ടാകും. പക്ഷെ അവർ ഇസ്ലാമിന്റെ എതിർ പക്ഷന് വിടുപണി ചെയ്യും. അവർ ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളില്ല. അത് ഈ പൈശാചിക അച്ചുതണ്ടിനെ പഠിക്കുമ്പോൾ, ബദർ കഴിഞ്ഞ് ഊഹദിലെത്തുമ്പോൾ ഇങ്ങനെ പഠിക്കണം. അതും കഴിഞ്ഞ് ഖന്തക്കിലെത്തുമ്പോൾ മദീനക്കകത്തുള്ള യഹൂദർ വളരെ പ്രകടമായി
ഈ പൈശാചിക അച്യുതന്റെ ഭാഗമായിട്ട് മാറി. ക്രൈസ്തവ സമൂഹവും അതിന്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അതിനെ മൊത്തം ചേർത്ത് അള്ളാഹ് ഒരു പദപ്രയോഗത്തിൽ പഠിപ്പിച്ചു. ആ പദപ്രയോഗം ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് അൽ അഹ്സാബ്, സഖ്യസേന. അങ്ങനെയാണ് ഇസ്ലാമിന് നേരെ സഖ്യസേന ഉരുവപ്പെട്ടവരാ. ബദർ കഴിഞ്ഞ് ഉഹുദിലെത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിന് പിന്തുണക്കുന്ന കൂട്ടരുണ്ടായി, ഈ ദുഷ്ടശക്തികളെ. അത് കഴിഞ്ഞ് ഖന്തക്കിലെത്തിയപ്പോൾ യഹൂദ നസ്രാനി കൂട്ടരും കൂടെ കൂടി. അതെല്ലാം ചേർന്നപ്പോൾ അള്ളാഹ് അതിനെ അൽ അഹ്സാബ്, സഖ്യസേന എന്ന് വിളിച്ചു. ആ സഖ്യസേനയെ അള്ളാഹ് ഇടപെട്ട് പരാജയപ്പെടുത്തി. അങ്ങനെ ഖന്തക്ക് യുദ്ധം നമ്മൾ പഠിച്ചതാ, കിടങ്ങ് കുഴിച്ച യുദ്ധം. ആ യുദ്ധത്തിൽ അവർ അമ്പെ പരാജയപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ദിക്റുണ്ട്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ സഫ മർവൽ സഅയ് നടത്തുമ്പോ സഫയിലും മർവയിലും കേറുന്ന ദിക്ർ പറയുമ്പോ ഇങ്ങനെ ഒരു ദിക്ർ പറയാം: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഖദ. ഇത് സഫ മർവ സഅയിലെ ആവർത്തിക്കുന്ന ദിക്റ. ആ ദിക്റിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അല്ലാഹു ഏകനാണ്, അവൻ ഏകനാണ്, അവൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ, അവൻ അവന്റെ കരാറ് പൂർത്തീകരിക്കും. എന്താണ് കരാർ? ദുഷ്ടശക്തികളെ, പൈശാചിക അച്യുതനെ പരാജയപ്പെടുന്ന കരാർ അല്ലാഹ് പൂർത്തീകരിക്കും. അവൻ അവന്റെ കരാർ പൂർത്തീകരിച്ചു. അൻജസ വഅദ വനസറ അബ്ദ, അവന്റെ ദാസൻ റസൂലിനെ അല്ലാഹ് സഹായിച്ചു. എന്നിട്ടോ വഹസമൽ അഹ്സാബ വഖദ, ഈ സഖ്യസേനയെ അല്ലാഹ് ഒറ്റക്ക് പരാജയപ്പെടുത്തി. അപ്പോ നിങ്ങൾ അറിയണ ഒരു ആരാധനയുടെ ഇടയിലെ ദിക്റിൽ ഈ യുദ്ധത്തെ ചേർത്ത് വെച്ചു ഇസ്ലാം. നമുക്ക് യുദ്ധത്തെ ഭയമാണ്, നമുക്ക് ഇസ്ലാമിന്റെ പൂർണ്ണമായ ജീവിതക്രമത്തെയും ഭയമാണ്. കാരണം നമ്മൾ ഇസ്ലാമിനെ ഒരു കേവല ആരാധനയായി മാത്രം കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ വിടില്ല. നിങ്ങളെ ഹജ്ജിന് ഉംറക്കും പോയാൽ സഅയ് നടത്തിയാലേ പൂർത്തി. എങ്കിൽ സഅയിൽ ഈ ദിക്ർ നിർബന്ധം. ഈ ദിക്റിൽ ഈ അഹ്സാബിനെ, സഖ്യസേനയെ, അന്നും ഇന്നും ലോകത്ത് ഇസ്ലാമിന് നേരെയുള്ള ഐക്യ സംഘത്തെ, സഖ്യസേനയെ അടയാളപ്പെടുത്തുകയാണ് ഇസ്ലാം. അത് പഠിക്കാതെ ഈ ദിക്ർ പറയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വയ്യ. എങ്കിൽ ഈ ദിക്റിന്റെ മർമ്മം മനസ്സിലാക്കണം. അതുകൊണ്ട് അറിയണം, പൈശാചിക അച്ഛനോട് പൊരുതിയിട്ടേ മുസ്ലിം സമുദായത്തിന് ജീവിക്കാൻ കഴിയും. ആ പോരാട്ടം ഇസ്ലാമിന്റെ ആരാധനയെ ഉൾച്ചേർത്ത് വെച്ച ഒന്നാണ്. അതുകൊണ്ട് അസ്സഅയിൽ ഈ ദിക്ർ നിർബന്ധമായി വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഈ പൈശാചിക ശക്തിയോട് പൊരുതാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബദർ മുതൽ അങ്ങോട്ട് ഗസ്വാത്ത്, റസൂലുള്ളാഹി നേതൃത്വം കൊടുത്ത യുദ്ധങ്ങൾ കൃത്യമായി പഠിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ വക്താവാണ്, സമാധാനത്തിന്റെ അങ്ങേയറ്റം വരെ വിട്ടുവീഴ്ചയുടെ വക്താവാണ്. പക്ഷെ യുദ്ധം അനിവാര്യമായി വരുന്നത് മർദ്ദിതന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമായ താല്പര്യമാണ്. അതുകൊണ്ട് ബദർ സംഭവിച്ചു, ഉഹദ് സംഭവിച്ചു, ഖന്തക്ക് സംഭവിച്ചു. അവിടെയെല്ലാം മറുഭാഗത്തുള്ള ചേരിയെ കൃത്യമായി അടയാളപ്പെടുത്തി ഖുർആൻ. വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, നിഷേധി കൂട്ടം ഒറ്റ സഖ്യമാണ് കേട്ടോ. ഖുർആൻ പഠിപ്പിക്കുക, അവരൊറ്റ സഖ്യമാണ്. സൂറ അംഫാൽ 73-ാം വചനം: വല്ലദീന കഫറു, നിശ്ചയം നിഷേധികൾ, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം ആത്മമിത്രങ്ങളും ഉറ്റ ബന്ധുക്കളുമാണ്. അത് ലോകത്ത് അന്നും ഇന്നും അങ്ങനെയാണ്. ഇല്ലാത്ത ഫലു, അതുകൊണ്ട് അവർ ഒന്നിച്ച് നിൽക്കുന്നു, ഐക്യപ്പെടുന്നതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇല്ലാത്ത ഫലു, നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങൾ മുസൽമാന്മാർ ഒന്നിച്ചു നിൽക്കണം. ഇല്ലാത്ത ഫലൂഹ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തക്കും ഫിത്നത്തും ഫിൽ അർദ്, ഭൂമിയിൽ ഒരുപാട് നാശങ്ങൾ സംഭവിക്കും, ഒരുപാട് നാശങ്ങളുണ്ടാവും. ഫസാദുൻ കബീർ, വലിയ വലിയ കുഴപ്പങ്ങളും സംഭവിക്കും. മനുഷ്യന് സമാധാന ജീവിതം സാധ്യമാവില്ല. ഈ സഖ്യസേന, ഈ അക്രമിക്കൂട്ടത്തെ തടയാതിരുന്നാൽ നിങ്ങൾക്ക് സമാധാനം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതേ പൈശാചിക അച്യുതണ്ട് അന്ന് ലോകത്ത് എങ്ങനെ ഉരുവപ്പെട്ടു വന്നു എന്ന് ഇസ്ലാം അതിന്റെ യുദ്ധങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. എങ്കിൽ അതേ പൈശാചിക അച്യുതണ്ട് ഇന്ന് ലോകത്ത് സജീവമാണെന്ന് ഫിലസ്തീൻ, ഗസ പ്രശ്നം നമ്മെ ശരിക്കും മനസ്സിലാക്കി തരുന്നു. ഏറ്റവും വലിയ വിദ്വേഷം, ഏറ്റവും വലിയ വെറുപ്പ് മുസ്ലിം സമൂഹത്തോട് വെച്ചുപെടുന്ന കൂട്ടർ സഖ്യമായിരുന്നതുകൊണ്ട് ആ അഹ്സാബിലെ ചേരിയെ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നു. ആരാണ് ഏറ്റവും വലിയ വിദ്വേഷമുള്ളവർ? ഏറ്റവും വലിയ വിദ്വേഷം മുസൽമാനോട് യഹൂദർക്ക, ജൂത സയണിസം. പിന്നെ ആരതിന്റെ കൂടെ നിൽക്കുന്ന ഇപ്പോ ക്രൈസ്തവ സയണിസം. അത് മുമ്പ് രംഗത്ത് ഇല്ലാത്തൊരു ചേരിയാണ്. പക്ഷെ ഇപ്പോൾ ജൂതന്റെ ഭാഗമായിട്ട് ഇവാഞ്ചലിസ്റ്റ്, ക്രൈസ്തവ വലതുപക്ഷ തീവ്ര വിഭാഗം, ഈ ക്രൈസ്തവ സയണിസം അതിന്റെ കൂടെ ഉണ്ട്. മൂന്നാമതായി വല്ലദീന കഫറു വല്ലദീന അശ്റകു, ഈ മുശ്രിക്കീങ്ങൾ. ആരാണ് മുശ്രിക്കുകൾ? ബഹുദൈവ ആരാധകർ. പുതിയ കാലത്ത് വേഗം മനസ്സിലാക്കുന്ന ടെർമിനോളജി പറഞ്ഞാൽ ഹൈന്ദവ ഫാഷിസം. അതിന് ലോകത്തിന് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഇതിവൃത്തമാക്കൊണ്ട് ഇന്നലെ UN വരെ ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥ നേരെ ചൊവ്വേ നേരും നെറിയുമുള്ള
തെരഞ്ഞെടുപ്പ് പോലും നടക്കില്ല എന്ന ആശങ്ക ലോക രാഷ്ട്രങ്ങളുടെ വേദി വരെ പങ്കുവെച്ച അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനിയും ഇതൊന്നും മനസ്സിലായില്ല നടിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു നടനമായിരിക്കും. അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയണം. അതുകൊണ്ട് ഈ സഖ്യസേന എന്ന് പറയുന്ന ഈ പൈശാചിക അച്ചുതണ്ട് വളരെ കൃത്യമാണ്. അതിനെതിരെ, ആ അധാർമികതക്കെതിരെ ധാർമ്മിക ശക്തിക്ക് സമാധാനപരമായി നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ പോരാട്ടം അനിവാര്യമായി മാറും. അതുകൊണ്ടാണ് സൂറ അംഫാൽ 39-ാം വചനത്തിൽ അല്ലാഹു വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ അവരോട് പൊരുതണം. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. ഈ കുഴപ്പം അവസാനിപ്പിക്കും വരെ നിങ്ങൾ പൊരുതണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. അനുസരണം, വിധേയത്വം പൂർണ്ണമായും അല്ലാഹുവിന് ആയി തീരും വരെ. അഥവാ ഭൂമുഖത്ത് മനുഷ്യർക്ക് അവനവന്റെ വിശ്വാസം മുറുകെ പിടിച്ച് അവന്റെ അവകാശങ്ങൾ വകവെച്ച് കിട്ടി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സമാധാന അന്തരീക്ഷം, അതാണ് ഫസാദില്ലാത്ത അവസ്ഥ. സമാധാന അന്തരീക്ഷം, അതാണ് ഫിത്ന ഇല്ലാത്ത അവസ്ഥ. അത് സാധ്യമാകുമ്പോൾ നിങ്ങൾ പൊരുതണം. അങ്ങനെ പൊരുതാൻ നിങ്ങൾക്ക് ബാധ്യതയുള്ള സൂറ അംഫാൽ 39-ാം വചനം. വൈൻ തവല്ലൗ ഫഅലമു അന്നല്ലാഹ മൗലാക്കും. അതിൽ നിങ്ങൾ പിറകോട്ട് പോകുകയാണെങ്കിൽ വിശ്വാസിയോട് പറയാ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈ പൈശാചിക അച്ഛനോട് പൊരുതാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ വൈൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം അന്നല്ലാഹ മൗലാക്കും, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു ആണ് കേട്ടോ. നിങ്ങൾ പേടിച്ച് പിൻവാങ്ങേണ്ട കാര്യമില്ല. നിഅമൽ മൗല വ നിഅമൻ നസീർ. അല്ലാഹു എത്ര നല്ല സംരക്ഷകനാണ്, എത്ര നല്ല സഹായിയാണെന്നാണ്. അങ്ങനെ ആ പോരാട്ടം ബദറിൽ നടന്നു, വിശ്വാസികൾ വിജയിച്ചു. ആ പോരാട്ടം ബദറിന്റെ ആവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ആവർത്തനത്തെ, ബദറിന്റെ പോരാട്ടത്തെ സത്യവും അസത്യവും തെളിഞ്ഞു വന്ന ദിനം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ, സൂറ അംഫാൽ 40-ാം വചനം. ആ ദിവസമുണ്ടല്ലോ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിനമാണ്. യൗമൽ തഖൽ ജമാ, രണ്ട് സംഘങ്ങളെ ഏറ്റുമുട്ടിയ ആ ദിനം. ബദറിൽ വെച്ച് ഈ രണ്ട് സംഘങ്ങളെ ഏറ്റുമുട്ടിയ ദിനം സത്യവും അസത്യവും വേർതിരിഞ്ഞ് കിട്ടി. അത് മുഖേന സത്യം സത്യമായിട്ട് പുലർന്നു. യുഹിക്കൽ ഹഖ വയുബ്തിൽ ബാത്തില, അസത്യം മിഥ്യ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. വലൗ കരിഹൽ മുജ്രിമൂൻ, അത് ഓർക്കാൻ പോലും ക്രിമിനലുകൾ ഇഷ്ടപ്പെടാറില്ല. അവർക്കത് കേൾക്കുന്നതന്നെ അരുചിയാണ്. പക്ഷേ യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ബദറിന്റെ ആവർത്തനം ഇന്നും നമുക്ക് കാണാം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുവോ എന്നറിയില്ല. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കൂ. ഗസയുടെ പോരാട്ടത്തിൽ ബദറിന്റെ നടപടിക്രമങ്ങളെല്ലാം ആവർത്തിക്കുന്നു. ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. രണ്ടാമതായിട്ട് പ്രവാചകൻ നേതൃത്വം നൽകിയ യുദ്ധങ്ങളിലെ എല്ലാ പാഠങ്ങളും അവിടെ അങ്ങ് പുലർന്നു കാണാം. ബദറിനെ പഠിക്കുന്നവർക്ക് ഗസയുടെ താരതമ്യം സാധ്യമാകും. എന്തൊക്കെയാണ് സംഭവിച്ചത്? നിങ്ങൾ ബദറിലെ അവസ്ഥയും ബദറിലേക്ക് എത്തിയ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയും ഗസയിലെ പോരാട്ടക്കാരെയും താരതമ്യം ചെയ്യുക. ഒന്ന്, അവരുടെ തങ്ങളുടെ നിലനിൽപ്പ് സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചവർക്കെതിരെയായിരുന്നു ബദറിലെ പോരാട്ടം. തങ്ങളുടെ നിലനിൽപ്പ് അനുവദിക്കില്ല, തങ്ങളുടെ നാട് സമ്മതിക്കില്ല, നാട് ഞങ്ങൾക്ക് വിട്ടുതരാൻ തീരുമാനിച്ചവർക്കെതിരെയാണ് ഗസയിലെ പോരാട്ടം. ബദറിലെ പോരാട്ടത്തെ ന്യായം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് പോരാടാൻ അനുവാദമുണ്ട്. മർജിതരായ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ, അതുകൊണ്ട് നിങ്ങൾക്ക് പോരാടാൻ അനുവാദമുണ്ടെന്ന്. രണ്ടാമതായിട്ട്, പോരാടുന്നത് വലിയ ശക്തിയോടാണ്. മക്കയിലെ 1000 സൈന്യം, എല്ലാ സന്നാഹമുള്ളവരോട് ദുർബലർ പോരാടിയതാണ്. ഇവിടെ വലിയ സൈന്യമാണ്. ആയുധം നിരന്തരം കൊടുക്കുന്ന അമേരിക്കയുടെ ജാരസന്തതിയാണ് ഈ പറയുന്ന ഇസ്രായേൽ. എല്ലാ സന്നാഹവും അവർക്കുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. ആ വലിയ ശക്തിയോടാണ് പോരാടുന്നത്. ബദറിൽ പോരാടിയത് അങ്ങനെയാണ്. ഇവിടെയും അത് നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമതായി, പോരാടുന്ന സംഘം ഒരു ചെറിയ സംഘമാണ്. ബദറിൽ 313 നമ്മൾ പറയും. 313 അല്ല, 313, 314, 319 എന്നിവരെ അഭിപ്രായങ്ങളുണ്ട്. 313 ആടിനെ അറുത്തിട്ട് ബദറുൽ കുബ്ര ആഘോഷിപ്പോൾ ആലസ്യത്തിലിരിക്കുക മുസ്ലിം സമുദായം. 313 പത്തിരുത്തുന്ന രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതൊക്കെയാണ് നമ്മളിപ്പോഴും ബദറിന് പഠിച്ച പാഠം. പക്ഷെ നിങ്ങൾ അറിയണം, അന്നത്തെ ആ സംഘം ചെറിയ ഒരു സംഘമായിരുന്നു. അവർക്ക് പരിമിതമായ ആയുധങ്ങൾ, പരിമിതമായ വാഹനം. ഇന്ന് ഇവിടെ പോരാട്ട സംഘവും ചെറിയൊരു സംഘമാണ്. ഹമാസിന്റെ പോരാളികൾ എത്ര ചോദ്യത്തിന് ഉത്തരം 60,000 എന്നാണ്. ബാക്കി ഖുദ്സ് ബിരികൾ ഉൾപ്പെടെ എല്ലാം കൂടി എത്ര? 1.5 ലക്ഷം എന്നാണ്. ഇനി എല്ലാവരെയും കൂട്ടിങ്ങൾ ഹൂത്തികളെയും ചേർത്തോ 2 ലക്ഷം എന്നാണ്. എന്നാൽ അപ്പുറത്ത് വലിയൊരു സന്നാഹമാണ്. ഈ പോരാട്ട ചരിത്രം കൃത്യമായിട്ട് വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരും. നാലാമതായി, കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അന്ന് ബദറിൽ പോരാട്ടം നടന്നത്. ഈ 313 പേർ അല്ലെങ്കിൽ 14, 19 ഈ ആളുകളെ കൃത്യമായി വിന്യസിച്ചു. വെള്ളം അവിടെ അധീനതയിലാക്കി. ബദറിൽ വെള്ളം ശത്രു കിട്ടാതിരിക്കാൻ തന്ത്രങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുഖാമുഖം നേർക്കുനേരെ ഓരോരുത്തരായിട്ട് പോരാടി. പിന്നീട് യുദ്ധം ആരംഭിച്ചു.
അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടെ യുദ്ധം മുന്നോട്ട് പോയപ്പോൾ 1000 സൈനിക സന്നാഹമുള്ള സർവ്വസൈന്യം പമ്പയെ പരാജയപ്പെട്ടു. അവർ പിന്തിരിഞ്ഞോടി. എങ്കിൽ ഇവിടെ ഹമാസിന്റെ പ്ലാൻ കൃത്യമാണ്. അവരെ കയ്യിൽ ആദ്യം കല്ലുകളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് സാധാരണ പൈപ്പിൽ നിറച്ച വെടിമരുന്ന് റോക്കറ്റുകൾ. ഇപ്പോൾ അവർ സ്വന്തം പഠിച്ചെടുത്തിട്ട് ഈ റഫ അതിർത്തി കടന്ന് ഒരു സൈനിക സന്നാഹവും വരില്ല എന്നിരിക്കലും അവിടത്തെ ഈത്തപ്പഴത്തിനും കൃഷികൾക്കും ഉപയോഗിക്കുന്ന രാസവളത്തിൽ നിന്ന് കെമിക്കൽ രൂപപ്പെടുത്തിയെടുത്തിട്ട് ഇവര് ഷെല്ലുകളുടെ ബാക്കി ഭാഗം ഉപയോഗപ്പെടുത്താൻ നല്ല മിസൈലുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ അവർ നല്ല ടണൽ സംവിധാനം പഠിച്ചു. അവർ വർഷങ്ങൾ പണിയെടുത്ത് ക്രമീകരിച്ചു. ഇവർക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സംവിധാനങ്ങൾ, അവിടെ ക്യാമറ സംവിധാനത്തിന് കണ്ടെത്താൻ സംവിധാനങ്ങൾ എന്നല്ല, കൃത്യമായ പോരാട്ട സ്ട്രാറ്റജി ഉണ്ടാക്കി. എന്നിട്ട് വലിയ സൈന്യത്തെ അവർ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. മിണ്ടൂല, അവർ തോറ്റുപോയിരിക്കുകയാണ്. കരയിൽ യുദ്ധം ചെയ്യാൻ കഴിയാതെ പോയി. 6 മാസമായിട്ടും, ഒക്ടോബറിന് ശേഷം 6 മാസമായിട്ടും. അപ്പൊ നല്ല കൃത്യമായ പ്ലാനിങ്. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോയി. 5ാമതായിട്ട് ഉറച്ച ഈമാൻ. അതാണ് ബദറിലെ പോരാളികളുടെ പാഠം. നമ്മൾ അവരെയാണ് പഠിക്കേണ്ടത്. ബദറുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിടുന്നവർ മറന്നു പോകുന്ന പാഠം ഇതാണ്. അവിടുത്തെ ആ ബദരീങ്ങളുടെ വിശ്വാസം, ഈമാൻ, അവരുടെ സമർപ്പണം, ഇസ്ലാം, അവരുടെ തവക്കുൽ, ഭരമേൽപ്പിക്കൽ, അങ്ങനെ ഉറച്ച വിശ്വാസത്തിന്റെ ബലത്തിലാ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. ആ ഉറച്ച വിശ്വാസത്തിന്റെ ബലത്തിലാ ഈ പറയുന്ന ഹമാസും കൂട്ടർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അവരുടെ കയ്യിൽ അതാണുള്ളത്. ഉറച്ച ഈമാൻ, ഉറച്ച ഇസ്ലാം, ഉറച്ച തവക്കുൽ. റസൂലുള്ളാഹി ബദറിന്റെ നടത്തിയ പ്രാർത്ഥനയെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസുകൾ. അപ്പൊ നിങ്ങൾക്ക് ബദറിലെ ആളുകളുടെ എണ്ണത്തെ കുറിച്ച് വീണ്ടും വെളിപാട് കിട്ടും. ഉമർ ഖത്താബ് ലമ്മാ കാന യൗമ ബദർ, ബദർ യുദ്ധത്തിന്റെ മുമ്പുള്ള നിമിഷം, തലേ ദിവസം നദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീൻ, അപ്പോഴത്ത് സ്തംഭടിച്ച മുശ്രിക്കീങ്ങളെ നേരെ റസൂലുള്ളാഹി നോക്കിക്കൊണ്ടിരിക്കുക. വഹും അൽഫുൻ, അവർ 1000 പേരുണ്ട്. വഅസ്ഹാബുഹു 319 റജുല, തിരുനബിയുടെ കൂടെയുള്ളവർ 319 എന്നാ. ഉമറുൽ ഫാറൂഖിന്റെ ഹദീസിൽ 319 ആണ് കേട്ടോ ബദരീങ്ങളുടെ എണ്ണം. അങ്ങനെ നിങ്ങൾ പഠിച്ചോ. അപ്പോ അപ്പുറത്തെ 1000 സൈന്യമാണ്. ഇവിടെ നോക്കുമ്പോൾ 319 റജുല, 319 പേരേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി ഫസ്തഖബല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, റസൂൽ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് സുമ്മ മദ്ദ യദൈഹി ഫജഅല യഹ്തിബു, കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, പടച്ചവനെ എനിക്ക് നീ വാക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിക്കണം. അല്ലാഹുമ്മ ആതി മാ വഅതനി, പടച്ചവനെ എന്നോട് നീ വാക്ക് പറഞ്ഞ വാക്ക് നീ നൽകണം, ആ സഹായം നൽകണം. അല്ലാഹുമ്മ ഇൻ തഹ്ലികു ഹാദിഹിൽ ഉസാബത മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ സംഘം ഉണ്ടല്ലോ, ഇവിടെ കൂടിയ ബദരീങ്ങൾ, ഈ സംഘം പരാജയപ്പെട്ടാൽ, നശിപ്പിക്കപ്പെട്ടാൽ, ലാ തുബദ്, പിന്നീട് ഭൂമുഖത്ത് നീ ആരാധിക്കപ്പെടില്ല. നിന്നെ ആരാധിക്കാൻ വേറെ ആളുകൾ ഉണ്ടാവില്ല. ഈ ബദരീങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടില്ല, അംഗീകരിക്കപ്പെടില്ല. അതുകൊണ്ട് എനിക്ക് നീ വാഗ്ദാന സഹായം നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നോട്ട് പോയ സംഘമാണ് ബദരീങ്ങൾ. ഹബീബും കൂട്ടരും, അവർക്കാണ് വിജയം. വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നോട്ട് പോയവർക്കാണ് ഇന്നും വിജയം. ബദറിന്റെ ആവർത്തനത്തെ അങ്ങനെ പഠിക്കണം. 6ാമതായി ത്യാഗം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ട് വന്നവരാണവർ. അതുകൊണ്ട് ബദറിൽ പങ്കെടുത്ത മുഹാജിറുകളും അൻസാർ ഒരുപോലെ പറഞ്ഞു, റസൂലെ എന്ത് വേണം അങ്ങ് പറഞ്ഞോ, എന്ത് വേണം താങ്കൾ പറഞ്ഞാൽ മതി. അവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് അലയടിക്കുന്ന കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഇറങ്ങും, കടലിറങ്ങിയാൽ മുങ്ങിപ്പോകൂല, ഞങ്ങൾ ചോദിക്കൂല. അങ്ങനെയാണ്. അഥവാ നിങ്ങൾ തീരുമാനിച്ചോ, ഞങ്ങൾ കൂടെയുണ്ട്. അങ്ങനെ നേതൃത്വത്തിന്റെ കൂടെ നിന്ന് അനുസരിക്കുന്ന അനുയായി വൃന്ദമുള്ള ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന് പരിഗണന കൊടുക്കുന്ന, ഇസ്ലാമിന് മുൻഗണന കൊടുക്കുന്ന ഒരു സംഘം, ആ ത്യാഗനിർഭരമായ ജീവിതം മണ്ണിൽ സാധ്യമാക്കിയ കൂട്ടർക്ക് സാധ്യമായതാണ് വിജയം. അങ്ങനെയാണ് ബദർ. ഖന്തക്കും അങ്ങനെയാണ്. വിശപ്പ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തപ്പോൾ കല്ല് വയറിൽ കെട്ടിവെച്ചവരാവർ. ഇന്ന് കല്ല് വയറിൽ കെട്ടിവെച്ച് ജീവിക്കുന്ന ഗസ നിവാസികൾ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ഈ ത്യാഗം, സമർപ്പണം, വിശ്വാസം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കാനുള്ള താല്പര്യം, അത്തരം ഒരു കൂട്ടർക്ക് ബദർ ആവർത്തിക്കാൻ കഴിയും. ബദർ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബദർ അന്ന് നടന്ന സംഭവം മാത്രമല്ല. 7ാമതായി നിങ്ങൾ നോക്ക്, അത്തരം ഒരു സംഘം എപ്പോൾ ഇസ്ലാമിന് നിലകൊള്ളുന്നതോടെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്.
അള്ളാഹ് എങ്ങനെ സഹായിച്ചു? ഖുർആൻ പറയുന്ന ഭാഗം നോക്കുക. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയിരുന്നു അല്ലേ? ആ ഭാഗം നമ്മളെ അറിയിക്കാണ് ഖുർആൻ. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയാ. ബദറിന്റെ യുദ്ധത്തിലെ ആടി വെട്ടി ചാടി വെട്ടി മറിഞ്ഞു വെട്ടി എന്നൊക്കെ വെട്ടിന്റെ ചരിത്രവും കിസ്സപ്പാട്ടും കേട്ട് ആവേശം കൊണ്ടാൽ പോരാ, ഈ ചരിത്ര പാഠങ്ങൾ പഠിക്കണം. അങ്ങനെയാണ് ഇസ്ലാം. അതിനാ ഖുർആൻ അതിനെ വചനങ്ങളാക്കി മാറ്റിയത്. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ 1000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണ് ഈ ചെറു സംഘത്തിന് തമ്പുരാന്റെ സഹായം ഉണ്ടാവും. നമുക്കിപ്പോഴും ബോധ്യം വരാത്തൊരു കാര്യമാണത്. നമുക്കിപ്പോഴും ഉറപ്പില്ല. അള്ളാഹ് ഉറപ്പായി പറഞ്ഞാൽ അത് ഉറപ്പില്ലാത്ത കൂട്ടരായി ഇന്നത്തെ ഒരുപാട് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് സംഭവിക്കും, നിങ്ങൾ ഈ ഉപാധികൾ പൂർത്തീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ആ ഭാഗത്ത് മനസ്സ് ഉടക്കി നിൽക്കില്ല. അത് നമ്മുടെ മനസ്സിൽ ചലനമുണ്ടാക്കില്ല. നഊദു ബില്ലാഹി നസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് വിനയപ്രശംസിക്കുക. സൂറ അംഫാൽ 9-ാം വചനമാണ്. 1000 മലക്കളെ മുർദിഫീൻ തുടരെ അയച്ചുകൊണ്ട് സഹായിക്കും. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റ, ഇത് അള്ളാഹ് ചെയ്യുന്നത് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. വലി തത്മഇന്ന ബിഹി ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളെ കൂടെ അള്ളയുണ്ട്. അപ്പുറത്ത് വൻ ശക്തിയാണ്, ശരിയാണ്, ലോകരാഷ്ട്രങ്ങളുടെ കൂടെയാണ്, അവരെ കയ്യിലാണ് മുഴുവൻ സന്നാഹങ്ങളും. പക്ഷെ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളെ കൂടെ അല്ല. അതുകൊണ്ടാണ് ഗസയിലെ പിതാവ് മക്കള് മരണപ്പെട്ട് കുടുംബം തകർന്ന് ഇല്ലാതായി വീട് നശിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടുമുറ്റത്ത് ആ റബിൾസ് നടുവിൽ ഈ ഹിന മഅന അല്ലാ എന്ന് ഗസയിലെ സാധാരണക്കാരനായ മുസ്ലിം ബാപ്പക്ക് പറയാൻ പറ്റിയത്. ഞങ്ങളെ കൂടെ ഇവിടെ അള്ളയുണ്ട്, ഞങ്ങളെ കൂടെ അള്ളയുണ്ട്. നെതന്യാഹു മാക്ക അംരീക വൽ കുല്ലുൻ, നിന്റെ കൂടെ അമേരിക്കയും എല്ലാവരും ഉണ്ട്. നെതന്യാഹു, ആ ഉപ്പാന്റെ വർത്തമാനം നമ്മുടെ കണ്ണു തുറപ്പിക്കണം. നിന്റെ കൂടെ എല്ലാവരും. പക്ഷേ ഈ ഹിന മഅന അല്ലാ, ഞങ്ങളെ കൂടെ ഇവിടെ അള്ളയുണ്ടോ എന്നാണ്. അള്ളയുണ്ടെന്ന് പറയാൻ നമുക്ക് കരുത്ത് കിട്ടുമ്പോഴേ നമ്മൾ റമളാനിലെ വിശ്വാസം ആർജിച്ചവരായി മാറൂ. അപ്പോഴേ ബദറിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കരുത്തുണ്ടാകൂ. അതുകൊണ്ട് ബദർ കേവലം ഒരു കിസ്സയല്ല, അത് സംഭവ ലോകത്ത് ആവർത്തനക്ഷമതയുള്ള ഇന്നും ആവർത്തിക്കുന്ന ചരിത്രമാണെന്ന് വിശ്വാസികളെ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹ് നിങ്ങളുടെ ഹൃദയത്തിന് കരുത്ത് നൽകാനാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് സഹായം, അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് വിജയം. അള്ളയാണ് നിങ്ങൾ സഹായിക്കുക. ഇന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു ഏറെ ഉഗ്രപ്രതാപി യുക്തിജ്ഞനുമാണ്. സൂറ അംഫാൽ 10-ാം വചനം. അതുകൊണ്ട് ഒരു ശക്തി അവരുടെ കൂടെ പൊരുതുന്നുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് പറയുന്നു? ഇസ്രായേലിലെ മൊസാദിന്റെ തലവന്മാര് പറയുന്നു. ഹമാസിന്റെ കൂടെ നമ്മൾ കാണാത്തൊരു ശക്തി ഉണ്ടെന്ന്. നമുക്കത് പറയാൻ പറ്റിയോ? നമുക്കങ്ങനെ തോന്നിയോ? എന്നാൽ അവർക്ക് തോന്നി, ഇസ്രായേലിന് തോന്നി. അവർ പറയാം, കോടികൾ വില വരുന്ന നമ്മുടെ മർക്കോവ ടാങ്കിന് മുകളിൽ കേവലം 100 റിയാൽ വില വരുന്ന ഒരു ഷെല്ല് കൊണ്ടുപോയി മാറി ഇടുമ്പോ ആ ടൺ കണക്കിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നത് പോലെ ഈ ടാങ്ക് അപ്പടി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കണ്ടില്ലേ? ഹമാസിന്റെ കൂടെ ഒരു ശക്തി പൊരുന്നുണ്ട് എന്നാണ്. അത് പറയാൻ ഇസ്രായേലി റബ്ബിമാർക്ക് പറ്റി. അള്ളാഹു അവരെ കൂടെ ഉണ്ട്, അള്ളാഹിന്റെ സൈന്യം സഹായിക്കുന്നുണ്ട്. ഇന്നും മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുക ഈ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം കണ്ണുള്ളവർ കാണുന്നു, പക്ഷേ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അന്ധമായി പോകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് യൂഹി റബ്ബുക്ക, നിന്റെ റബ്ബിദാ വഹി കൊടുത്തിരിക്കുന്നു. അൽ മലായിക, മലക്കുകൾക്ക് എന്താ വഹി? അന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിത്തുൽ ലദീന ആമനു, പോരാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ കാലിൽ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ വിശ്വാസികളായ ആ സംഘത്തിന്റെ മലക്കുകൾ ഇറങ്ങും, മലക്കൾ കൂടെ നിൽക്കും. എന്നിട്ട് അവരുടെ കാലുകൾക്ക് ഉറപ്പ് സ്ഥിരീകരണം കൊടുക്കും. അതാ കൽപ്പിച്ച കൽപ്പനയാണ്. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഗ്ബ. എന്നിട്ട് മറുഭാഗത്തുള്ള സേനയുണ്ടല്ലോ, ആ പറയുന്ന പൈശാചിക അച്ചുതണ്ട്, അതിന്റെ ഹൃദയത്തിലുള്ള പേടിയിട്ട് കൊടുക്കും. എന്നിട്ടോ അങ്ങനെ അവർ ഭയപ്പാട് നിൽക്കും. ഫദ്രിബൂ ഫൗക്കൽ അഅ്നാഖ്, പിരടി നോക്കി വെട്ടടോ എന്നാണ്. പിരടി നോക്കി വിട്ട്, അഥവാ ശരിക്ക് കൈകാര്യം ചെയ്യുന്ന. അതുകൊണ്ട് ഈ കൊച്ചു സംഘം ആ മർക്കോവ ടാങ്കിനകത്തിരിക്കുന്ന സൈന്യത്തെ കൈകാര്യം കാഴ്ച നമുക്ക് കാണാം. എങ്കിൽ നിങ്ങൾ ബദർ മനസ്സിലാക്ക്, മണ്ണിൽ ആവർത്തിക്കുന്ന ബദർ. ഇത് സംഭവിച്ചത് വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, എല്ലാ സന്ധികളിലും അവരെ കൈകാര്യം ചെയ്യണം. എല്ലാ സന്ധിയിലും വെട്ടണം എന്നാ. അഥവാ യുദ്ധം നടക്കുമ്പോൾ യുദ്ധമായിട്ട് നടക്കണം, അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഇവരെ ഏൽപ്പിച്ചു, ഇവരെ കൂടെ നിൽക്കാൻ. വിശ്വാസികൾ വിജയിച്ചു എന്നാണ്. ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും, നിങ്ങളല്ല അവരെ കൊന്നത്,
അവരോട് നിങ്ങളല്ല പോരാ, അള്ളയാണ് പോരാടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. ഇന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന ബദലുണ്ടായി. എട്ടാമതായിട്ട് ശത്രുക്കളെ നിസ്സാരമായി കാണിച്ചു കൊടുക്കുമല്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ ത്യാഗത്തിന് തയ്യാറായി രംഗത്തുള്ള സംഘം ചെറുതാണെങ്കിലും അവരുടെ കണ്ണിൽ ശത്രു വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണ്. അത് വിശുദ്ധ ഖുർആൻ പറയാ, യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീല. നിങ്ങളുടെ കാഴ്ചയിൽ, സ്വപ്നത്തിൽ, ഉറക്കത്തിലൊക്കെ അവരെ നമ്മൾ കുറച്ചായിട്ടാണ് കാണിച്ചത്. വലൗ അറാഖഹും കസീറൻ ലഫശിൽതും. അവരുടെ സംഘത്തെ മുഴുവനായും ശക്തി അങ്ങ് കാണിച്ച് നിങ്ങൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു അവരുടെ എണ്ണത്തെ കുറച്ചാക്കി കാണിച്ചു. ഇത് യുരീകുമൂഹും ഇതിൽ തഖൈതും ഫീ അഅ്യുനികും ഖലീല. നിങ്ങൾ പരസ്പരം പോരടിച്ചപ്പോഴും അവരെ നിങ്ങൾക്ക് കുറച്ചായിട്ടേ തോന്നിയുള്ളൂ. അവരുടെ ഭീകരാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. അപ്പൊ അള്ളാഹ് അവരെ നിസ്സാരന്മാരാക്കി, ശത്രു സംഘത്തെ നിസ്സാരന്മാരാക്കി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവർക്ക് പോരാടാൻ പറ്റി. ബദൽ അവർ വിജയിച്ചു. അതേ രീതി ആവർത്തിക്കുന്നു ഗസ്വയിൽ. ഒമ്പതാമതായിട്ട് അവിടെ ഹൃദയത്തിലുള്ള പേടിയിട്ട് കൊടുത്തു. വിശ്വാസികൾക്ക് കരുത്ത് കിട്ടുമ്പോൾ മറുഭാഗം ഭീരുക്കളായി തീർന്നു. സൂറ അഹ്സാബിലും സൂറ ഹശറിലും ഒക്കെ ഒരുപോലെ പറഞ്ഞ വാക്യമാണ്. അവിടെ ഹൃദയത്തിലുള്ള പേടിയിട്ട് കൊടുത്തു. പത്താമതായിട്ട് ഈ ചെറു സംഘം വിജയിക്കുകയും ശത്രു അടിപതറുകയും അഹങ്കാരത്തിന്റെ കൂമ്പ് ഒടിയുകയും ചെയ്തു. ബദറിൽ അതാണ് സംഭവിച്ചത്. നമുക്ക് ആ ചരിത്രം അറിയാം. അതേ യാഥാർത്ഥ്യം കൃത്യമായി സംഭവിക്കുകയാണ് ഇവിടെ. ഇപ്പൊ ശത്രു അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പരാജയം സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. സൂറ ഇസ്രാ അല്ലാഹു പറയുന്നുണ്ട്, ജഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം പുലരും, മിഥ്യ തകരും. സത്യം ജയിക്കാനുള്ളതാണ്. സത്യം ഒരിക്കലും നമ്മൾ സത്യത്തിന്റെ ആളുകളാണ് മുസ്ലിമീങ്ങൾ. സത്യം ജയിക്കാനുള്ളതാണെന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടാതെ പോയോ എന്ന് സംശയം. മറുഭാഗം മിഥ്യയാണ്, അത് തകരാനുള്ളതാണെന്ന യാഥാർത്ഥ്യം എന്തേ നമ്മുടെ മനസ്സിൽ അങ്ങ് തെളിഞ്ഞു വരാത്തതിന് സംശയം. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം ജയിക്കാനുള്ളതാണ്, അത് തോൽക്കാനുള്ളതല്ല. 11ാമതായിട്ട് വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഭാഗം, വലിയ നഷ്ടം സംഭവിച്ചു അവർക്ക്. ആർക്ക്? ശത്രു സംഘത്തിന്. അന്ന് മക്കക്കാർ അമ്പെ പരാജയപ്പെട്ടു. വലിയ നഷ്ടമുണ്ടായി. സാമ്പത്തികമായി തകർന്നു. അവരിൽ നിന്ന് പിടിക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ പൈസ ഇല്ലാതെ അവർ തകർന്നുപോയി. സാമ്പത്തികമായി മക്ക തകർന്നു. അവരിന്ന് 70 പേരെ ബന്ദികളായി പിടിച്ചിരുന്നു. പൈസ കൊടുത്തിട്ട് ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, മുഴുവൻ ആളുകളെയും. ബാക്കി ആളുകൾ അവസാനം മദീനയിലെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടി വന്നു. സാമ്പത്തികമായി മക്ക തകർന്നു. അങ്ങനെ സംഭവിച്ചു. സാമ്പത്തികം ഇസ്രായേൽ തകർന്നു. ഉപരോധം കൊണ്ട്, ബഹിഷ്കരണം കൊണ്ട്, ഹൂത്തികളുടെ ഉപരോധം കൊണ്ട്. അവിടെ പോർട്ട്, സീ പോർട്ട് ചലനമേറ്റ 6 മാസമായി. അവരുടെ വസ്തുവകകൾ ഇന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല. യൂറോപ്യൻ കണ്ടിലെ അത്തരം രാഷ്ട്രങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ ഇസ്രായേൽ ഉൽപ്പന്നത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ലൈവ് വീഡിയോ നോക്ക്. ഒരു രാജ്യം തകർന്ന് തരിപ്പണമായി. അങ്ങനെയാണ് അത് സംഭവിച്ചു. അതിന്റെ ആവർത്തനം അവിടെ കൃത്യമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി, വലിയ നഷ്ടം. 12ാമതായിട്ട് മാനഹാനി സംഭവിച്ചു. മക്കക്കാർക്ക് മാനഹാനി. അതുവരെ മക്കക്കാരോട് സഖ്യം ചേർന്ന പ്രാന്തത്തിലുള്ള ഗോത്രങ്ങൾ മദീനയുമായി സഖ്യത്തിലായി. കാരണം മദീനയാണ് ജയിച്ചത് ബദറിൽ. അതുകൊണ്ട് മക്ക വിട്ടു. 70ഓളം പേർ കൊല ചെയ്യപ്പെട്ടു. മക്കക്കാരുടെ നേതാക്കന്മാർ ആ യുദ്ധത്തിൽ 70 പേർ ബന്ദികളായി. മുസ്ലിം പക്ഷത്ത് വെറും 14 പേര് മാത്രം രക്തസാക്ഷികളായത്. 14 പേർ. ഇതാണ് ബദറിന്റെ ചരിത്രം. അപ്പൊ നിങ്ങൾ അറിയണം, മാനഹാനി സംഭവിച്ചു. ലോകം അന്ന് മുതൽ ഇസ്ലാമിനെ ശ്രദ്ധിച്ചു. അന്ന് മുതൽ മദീനയായി ഇസ്ലാമിന്റെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. അങ്ങനെ സംഭവിച്ചു എങ്കിൽ അതേ അവസ്ഥ സംഭവിച്ചു. നിങ്ങളറിയോ, ഇപ്പോൾ ഹമാസിനെ കുറിച്ചും ഗസ്സക്കാരെ കുറിച്ചും ലോകം പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടില്ലേ ഒരുപാട് വീഡിയോസ്. ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക. ഈ ഗസ്സയിലെ സാധാരണക്കാരന്റെ കരുത്തിന്റെ ഉറവിടം തേടിയിട്ട് ഇസ്ലാമാണെന്ന് മനസ്സിലാക്കി ഖുർആൻ വായിക്കാൻ ഹാഷ്ടാഗ് കൊടുത്ത് അത് ട്രെൻഡായിട്ട് മാറി ഖുർആൻ വായിച്ച് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് പേർ ഈ 6 മാസത്തിനകത്ത് ലോകത്തുടനീളം ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാം. സംഭവിക്കുകയാണ്. അത് അത്ഭുതകരമായ സംഭവമാണ്. മറുഭാഗത്ത് മാനഹാനി സഹിച്ച ഇസ്രായേൽ അവരുടെ രാജ്യത്ത് നിന്ന് ഇരട്ട പാസ്പോർട്ടുള്ള മുഴുവൻ ആൾ നാട് വിട്ടുപോയി. ഇസ്രായേലിന് ഒരുപാട് പേർ കുടിയൊഴിഞ്ഞു പോയി. തിരിച്ചു വരില്ല ഇനി അവർ അധിനിവേശം ചെയ്ത് വീട് കെട്ടി താമസ ലക്ഷങ്ങൾ നാട് വിട്ടുപോയി. അങ്ങനെ ആ നാട് തകർന്നു. മാനഹാനി സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. അങ്ങനെ ഇത്രയും ദുരന്തങ്ങൾ അന്ന് ബദറുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു. 13ാമതായി അന്ന് മുതൽ ലോകഘടന മാറി. ബദറിന് ശേഷം ഘടന മക്ക കേന്ദ്രീകരിച്ച ഘടന മാറിയിട്ട് മദീന കേന്ദ്രീകരിച്ച പുതിയ അച്ചുതണ്ടുണ്ടായി. അതാണ് ബദർ സംഭവിച്ചത്. മദീനയാണ് കേന്ദ്രം, പ്രവാചകനാണ് കേന്ദ്രം. പിന്നീട് അങ്ങോട്ട് മദീന കത്തുകൾ പോയി. റുസ്തമിന് പോയി, പേർഷ്യ, റോമ ശക്തികൾക്ക് കത്തുകൾ പോയി.
യമൻ ഉൾപ്പെടെ സകല പ്രദേശം ഇസ്ലാമിന്റെ സൈന്യം കടന്നു കയറി. അങ്ങനെ ലോകത്തൊരു പുതിയ അച്യുതൻ ഉണ്ടായി വന്നു. ചരിത്രം നിങ്ങൾ പഠിക്ക്, മക്കം ഫത്തഹും ശേഷമുള്ള അവസ്ഥയും പഠിക്ക്. ബദൽ തുടങ്ങി പുതിയ ഒരു ലോകഘടന ഉണ്ടായി. ഇവിടെയും ഘടന മാറി വരിക. നിങ്ങൾക്കറിയാമോ ഈ സംഭവം? ഇപ്പൊ സമവാക്യങ്ങൾ മാറിയിരിക്കുക. UN സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്തൽ പ്രമേയം പാസ്സാക്കിയപ്പോൾ ഇപ്പൊ ആദ്യവും അവസാനവുമായി അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വീറ്റോ ചെയ്തില്ല. മിനിഞ്ഞാത്ത സംഭവ അവസ്ഥ മാറുക. ഇസ്രായേലിന് ആയുധം വിൽക്കുന്നത് കാനഡ നിർത്തിവെച്ചു. പല യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായി ആയുധപാട് മരവിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ആയുധങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ പരക്കം പായുന്നു. UN സെക്രട്ടറി ജനറൽ ഇസ്രായേൽ എതിർപ്പുകളെ അവഗണിച്ച് ഗസയുടെ കൂടെ നിൽക്കുന്നു. ഇസ്രായേൽ UN മൊത്തം ഹമാസിന്റെ അനുകൂലത ആരോപിക്കുന്നു. ഇസ്രായേൽ മന്ത്രിമാർ തമ്മിലടിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇനി ഇസ്രായേൽ നിലനിൽക്കുന്നു എങ്കിൽ ഈ അധിനിവേശ രാഷ്ട്രം പിടിച്ചു നിൽക്കുന്നത് മുസ്ലിങ്ങളുടെ മുനാഫിക്കുകളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ മുനാഫിക്കുകളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അവർ ഒറ്റപ്പെട്ടിരിക്കുക. ലോകത്തിന്റെ ഘടന മാറുകയാണ്. പുതിയ അച്ഛൻ രൂപപ്പെട്ടു വരികയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. 14ാമതായിട്ട് മുസ്ലിം സമുദായത്തിലെ മുനാഫികൾ തുറന്നു കാണിക്കപ്പെട്ടതുപോലെ, അന്ന് കാണിക്കപ്പെട്ടതുപോലെ, ബദൽ ഉഹദിലും കാണിക്കപ്പെട്ടതുപോലെ, ഖന്തക്കിൽ പ്രകടമായതുപോലെ ഇന്നും ലോകത്ത് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ മുനാഫിക്കുകൾ പ്രകടമായി തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ രീതിയാണ്. എല്ലാ യുദ്ധത്തിലും അള്ളാഹ് മുനാഫികളെ വേർതിരിച്ച് കാണിക്കും. നിങ്ങൾ യുദ്ധം പഠിച്ചു നോക്ക്, ബദർ മുതൽ പഠിക്ക്. ഓരോ യുദ്ധത്തിന്റെയും വിശകലനം പറയുന്ന മുനാഫികളെ കുറിച്ച പരാമർശം ഉണ്ടാവും. ഒരു പരാമർശം കേൾക്കുക, സൂറ ആൽ ഇമ്രാൻ 167 വചനം. വലിയ അലമല്ലദീന നാഫഖു, ഈ മുനാഫികൾ അള്ളാഹ്ക്ക് അറിയേണ്ടതുണ്ട്. വലിയ അലമല്ലദീന നാഫഖു, മുനാഫികൾ അള്ളാഹു അറിയുന്നതിന് വേണ്ടി വഖീല ലഹും തആലു, എന്താ അവരെ മനസ്സിലാക്കാനുള്ള ലക്ഷണം? മുനാഫിക്കിനെ മനസ്സിലാക്കാൻ ലക്ഷണം പറയാ ഖുർആൻ. എന്താ ലക്ഷണം? വഖീല ലഹും, അവരോട് തആലു, നിങ്ങൾ വരിൻ, ഖാതിലൂ ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ പൊരുതാം എന്നവരോട് പറഞ്ഞാൽ പ്രതിരോധം തീർക്കാം. നമുക്ക് എതിരെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ നാടിനെ മോചിപ്പിക്കാൻ പ്രതിരോധം തീർക്കാം. നമ്മുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധം തീർക്കാം എന്ന് പറഞ്ഞാൽ ഖാലു, അവർ പറയും, ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, ഞങ്ങൾക്ക് യുദ്ധം അറിയെങ്കിൽ ഞങ്ങൾ കൂടെ വരുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് യുദ്ധം അറിയില്ല. എന്തോ ഒരു സാധുക്കൾ, ഞങ്ങൾക്ക് യുദ്ധം അറിയില്ല. ഇത് അള്ളാഹ് പറയുന്ന വർത്താന. ഇത് ആക്ഷേപഹാസ്യ സ്വരമാണ്. കാലു, അവർ പറയും, ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, ഞങ്ങൾക്ക് യുദ്ധം അറിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ വരുമായിരുന്നു. എന്നിട്ടുള്ള വർത്തമാനത്തെ കുറിച്ച് അള്ളാഹിന്റെ വിലയിരുത്തൽ, ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖ്റബുൽ ലിൽ ഈമാൻ, ആ ദിനം അവർ വിശ്വാസത്തെക്കാൾ കുഫ്രിനോട് അടുത്തവരായിരുന്നു. കുഫ്രിനോട് അടുത്തവർ. അവർ വിശ്വാസത്തിന്റെ കൂടെയല്ല, കുഫ്രിന്റെ കൂടെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ പറഞ്ഞാൽ മാറി നിൽക്കുന്നവർ. തങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ പക്ഷം അങ്ങനെയല്ല തീരുമാനിച്ചത്, ഞങ്ങളുടെ നേതാവ് അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പോലും നിലപാടെടുക്കാൻ കഴിയാതെ പോയ മുനാഫിക്കുകൾ, അത് ബദറും ഉഹുദും ഒക്കെ തെളിയിച്ച് കാണിച്ച അതേ ചരിത്രമാണ്. എങ്കിൽ അത് അവിടെ നമ്മൾ ഗസയിലും കണ്ടതാ. പോരാട്ട രംഗത്തില്ലാത്ത മുസ്ലിം തമ്പുരാക്കന്മാർ, ആ തമ്പുരാക്കന്മാരുടെ തെരുവുകൾ അങ്ങനെയല്ല, പക്ഷെ തമ്പുരാക്കന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് മുനാഫികളെ കൃത്യമായിട്ട് കാണിച്ചു. അവിടെ ഹൃദയത്തിൽ ഇല്ലാത്ത വർത്തമാനമാണ് നാവുകൊണ്ട്. ഹൃദയത്തിൽ എന്താ? ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ മുസ്ലിമിന്റെ കൂടെയില്ല, ഞങ്ങൾ ഇസ്ലാമിന്റെ കൂടെയല്ല, പക്ഷെ ഞങ്ങൾ നിങ്ങളെ കൂടെ തെളിയിക്കും, അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ അവർ ഇസ്ലാമിന്റെ വിജയത്തെ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം കോസ് അവർക്ക് മുഖ്യമായ കോസല്ല. അതാണ് വിഷയം. അങ്ങനെ ഒരുപാട് പേരെ ഇന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഇത് കൃത്യമാണ്. മുനാഫികളെ തെളിയിച്ച് കാണിക്കും. വല്ലാഹു അലമുമായ യക്തുമൂൻ, വല്ലാഹു അലമുമായ യക്തുമൂൻ. അവർ മറച്ചു വെക്കുന്ന കാര്യം അല്ലാഹ് ശരിക്ക് വ്യക്തമാക്കി വെളിവാക്കുന്നത്. 15ാമതായിട്ട് ഈ പറയുന്ന അറബ് തമ്പുരാക്കന്മാർ മൂടി വെക്കാൻ ശ്രമിച്ച ഫലസ്തീൻ ഫ്രീഡം രംഗത്ത് വന്നു ഈ ബദറിന് ശേഷം. ഈ ബദറിന് ഹന്തക്കിലെ ഈ പറയുന്ന ഗസയിലെ ബദറിന് ശേഷം ഇപ്പോ ഫലസ്തീൻ കോസ് മറച്ചു വെക്കാൻ കഴിയുന്നതും വളരെ പ്രകടമായി. ആരാണ് ഭീകരന്ന് ലോകത്തിന് മനസ്സിലായി? ഭീകരർ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും ആ ചേരിയുമാണെന്ന്, ഫാഷിസ്റ്റ് സംഘമാണെന്ന് മനസ്സിലായി. ആരാണ് സമാധാനത്തിന്റെ വക്താക്കൾ? സ്വന്തം നാടിനുവേണ്ടി പൊരുന്നവരാണെന്ന് മനസ്സിലായി. ഈ യാഥാർത്ഥ്യം കൃത്യമായി ഫിലസ്തീൻ ഒരു യാഥാർത്ഥ്യമായി പുലരണം എന്ന് ലോകം ഒന്നടങ്കം പറയും വിധം ഈ സംഭവം ഉണ്ടായെങ്കിൽ ബദറിന്റെ വിജയത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാം. 16ാമതായി അറബ് തെരുവുകൾ പ്രക്ഷുബ്ധമാകാൻ പോകുന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. ഈ തമ്പുരാക്കന്മാർ അനങ്ങില്ല, പക്ഷേ അറബ് സാമാന്യ ജനം ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും അറബ് ലോകത്തിന്. ഈ തമ്പുരാക്കൾ പഴയ പോലെ ഭരിക്കാൻ കഴിയില്ല. രാജഭരണം അങ്ങനെ അങ്ങ് തുടരില്ല. കാരണം
അവര് രഹസ്യമായി ഒപ്പുവെപ്പിച്ചിട്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഫിലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ ഒപ്പുവെച്ച കരാറുണ്ടല്ലോ, അത് വലിച്ചു ചീന്തിയിട്ട് മുസ്ലിം സമൂഹം സജ്ജമായി കാത്തിരിക്കുകയാണ് അവസരം വരുവാൻ. അതുകൊണ്ട് അറബ് തെരുവ് പ്രക്ഷുബ്ധമാകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് സഹോദരന്മാരെ, ബദറിന്റെ ആവർത്തനം മണ്ണിൽ സംഭവിക്കാം. ബദർ ആവർത്തിക്കാനുള്ളതാണ്. അത് ആവർത്തനക്ഷമതയുള്ള ചരിത്രമാണ്. അല്ലെങ്കിൽ ബദറിനെ കുറിച്ച് ഇത്രയേറെ അല്ല പറയേണ്ട കാര്യം എന്താ? അതൊരു യുദ്ധത്തിന്റെ കിസ്സിയായി ആരോ പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നില്ലേ? സൂറ അംഫാൽ, സൂറ ആലിമ്രാൻ, സൂറ ഹജ്ജ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് അധ്യായത്തിലൂടെ ബദറിലെ ഓരോ രംഗങ്ങളെയും അതിന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തിട്ട് യുദ്ധത്തിന്റെ ലൈവ് വിവരണം വിശുദ്ധ ഖുർആൻ നൽകുന്നു എങ്കിൽ അതങ്ങ് അപ്രസക്തമാകാനുള്ള പാഠമല്ല, അത് വീണ്ടും വീണ്ടും പൊങ്ങി വരാനുള്ള പാഠമാണ്. അതുകൊണ്ട് ബദർ 17 റമദാൻ 17 ബദർ ആഘോഷത്തിന്റെ ഭാഗമായി നന്നായിട്ട് മൂക്കുമുട്ടെ അന്നം കഴിച്ച് വിശ്രമിക്കുന്നവരെ, നിങ്ങൾക്ക് ബദറിന്റെ പോരാട്ട വീര്യം അറിയില്ല. നിങ്ങളിൽ ആ പോരാട്ട വീര്യം സന്നിവേശിക്കില്ല. അത് ഇസ്ലാമിന്റെ ഈ പഠനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ അറിയണം, പോരാട്ട വീര്യത്തോടെ മാത്രമേ, ദുഷ്ടശക്തികൾക്കെതിരെ പൊരുതി മാത്രമേ ഇസ്ലാമിന് ജീവിക്കാൻ കഴിയൂ. ഈ യാഥാർത്ഥ്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റമദാൻ ഹിജ്റ 2-ാം വർഷം റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയ അതേ വിശുദ്ധ ഖുർആൻ ഹിജ്റ 2-ാം വർഷം റമദാനിൽ യുദ്ധവും നിർബന്ധമാക്കി. അങ്ങനെ പഠിക്കണം. രണ്ടും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി അസ്വസ്ഥത ഉണ്ടാവുകയാണ്. കാരണം നമ്മൾ അങ്ങനെയല്ല ഇന്നേ വരെ ഇസ്ലാമിനെ കേട്ടത്. നമ്മൾ ആരാധന ഇസ്ലാമിനെ മാത്രമേ കേട്ടുള്ളൂ. റമദാൻ മാസം വ്രതം നിർബന്ധമാക്കിയ അതേ വർഷമാണ് മുസ്ലിം സമുദായം യുദ്ധവും നിർബന്ധമാക്കിയത്. അപ്പോൾ ഈ പോരാട്ടത്തിലൂടെ ജീവിക്കണം. സമരോത്സുകത ഇസ്ലാമിന്റെ ഭാഗമാണ്. തിന്മയുടെ ശക്തിയോട് വിട്ടുവീഴ്ച പൊരുതണം. ദുഷ്ടശക്തികളോട് പോരാടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര ചെറു സംഘങ്ങളാണ് വൻ സംഘങ്ങളെ പരാജയപ്പെടുന്ന യാഥാർത്ഥ്യം കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ഗസയിലെ മക്കളുടെ ഈമാനും സാദിഖ്, അവരുടെ സത്യന്തമായ വിശ്വാസം, അഖ്ലാഖു സാമിയ, ഉന്നതമായ മൂല്യങ്ങൾ, അദ്ദിമാഉ സക്കിയ, അവരുടെ രക്താർപ്പണം, അതാ ത്യാഗം, അങ്ങനെ തുടങ്ങി അവർ കാഴ്ചവെച്ച കാഴ്ചയിലൂടെ ബദറിന്റെ ആവർത്തനത്തെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തെളിയിച്ചു കാണിക്കുന്നു. എങ്കിൽ സഹോദരന്മാരെ, ഗസ്സക്ക് പ്രചോദനമായ വിശ്വാസക്രമം ഏതെന്ന് പഠിക്കണം. എങ്കിൽ ആ വിശ്വാസക്രമത്തിന്റെ ചരിത്ര പാഠമാണ് റമദാൻ 17 ബദർ ദിനം. അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ആവർത്തനത്തെ മനസ്സിലാക്കിയിട്ട് പോരാട്ട വീരത്തെ ഉൾക്കൊള്ളുക. അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ഒരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ, അവരോട് പോരാടിക്കേണ്ടി വന്നാൽ, ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ കുറിച്ച് ശരിക്കുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, പടച്ചവനെ കുറിച്ച് ശരിയായ ബോധ്യത്തോടെ ഈമാൻ ഉറപ്പിച്ച് പൊരുതാൻ തയ്യാറായ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. വഅതിഉല്ലാഹ വറസൂല, അതിനെന്ത് വേണം? നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. വലാ തനാസ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. വിശ്വാസികളായ നിങ്ങൾ ഫതഫ്ശലു, എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. വതദ്ഹബ റീഹുക്കും, നിങ്ങളെ കാറ്റ് പോയി പോകും, നിങ്ങളുടെ കാറ്റ് പോയി പോകും. വസ്ബിറു, അതുകൊണ്ട് ഉറച്ചു നിൽക്കുവിൻ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന കൂടെ അള്ളയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് സൂറ അംഫാലിലൂടെ പഠിപ്പിക്കുക. ഈ യാഥാർത്ഥ്യം സഹോദരന്മാരെ നമ്മൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം, പോരാട്ട വീര്യമുള്ള മുസ്ലിം സമുദായം അധാർമികതയോട് രാജിയാവില്ല. പൈശാചിക അച്ഛനോട് പൊരുതി ജയിക്കാനേ അവർ ശ്രമിക്കൂ. അങ്ങനെ പൊരുതി നിൽക്കാൻ കഴിയുന്നവരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ. അവരെ കൂടെ അള്ളയുണ്ടാവും. മുക്കുന്നിൽ ഓതി വെച്ച സൂക്തം അതാണ്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖത്തലഹും. ബദറിലും ഉഹദിലും അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള യുദ്ധങ്ങളിൽ, ഇപ്പോൾ ഗസ്സൽ ഉൾപ്പെടെ, ഫലം തഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊന്നിട്ടില്ല. വലാകിന്നല്ലാഹ ഖത്തലഹും, അള്ളയാണ് കേട്ടോ അവരെ കൊന്നത്. വമാ റമൈത ഇദാ റമൈത വലാകിന്നല്ലാഹ റമ. പ്രവാചകരെ, താങ്കൾ അമ്പെയ്തപ്പോൾ താങ്കളുടെ സഹോദരന്മാർ അനുചരന്മാർ കുന്തമെറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, അവരല്ല കുന്തമെറിഞ്ഞത്. വലാകിന്നല്ലാഹ റമ, അള്ളയാണ് കുന്തമെറിഞ്ഞത്. വലിയബിലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന. ഇത് വിശ്വാസത്തിൽ വലിയ പരീക്ഷണമാണ് കേട്ടോ. നമ്മുടെ കൂടെ അള്ളയും അള്ളാന്റെ മലക്കുകളും ഇറങ്ങിയിട്ട് യുദ്ധരംഗത്ത് നിന്നുകൊണ്ട് നമ്മെ ജയിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിന് കൃത്യമായി പകൽ വെളിച്ചം പോലെ ബദറിൽ ശേഷമുള്ള ഘട്ടങ്ങളിൽ, ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ലോകം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമായി ഗസ്സയിൽ വ്യക്തമായിട്ടും നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ? എങ്കിൽ നിങ്ങൾ വലിയ എബിരിയൽ മുഅ്മിനീന, വിശ്വാസികളായി നിങ്ങളല്ല പരീക്ഷിക്കുകയാണ് കേട്ടോ. പരീക്ഷണമാണ്. ബദറിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ പരീക്ഷിക്കപ്പെടുകയാണ്. വലിയ എബിരിയൽ മുഅ്മിനീന മിൻഹു, ഇത് മുഖേന വിശ്വാസി അല്ലാഹു പരീക്ഷിക്കണം. ബലാനസന, നല്ല പരീക്ഷണം. നമ്മൾ ഈ പരീക്ഷണ മുമ്പിലാണ്. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ അറിയുന്നവനാണ്. ബദറിന്റെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. നമ്മളതിൻ്റെ ആടിവെട്ടി മറിഞ്ഞുവെട്ടി ചാടിവെട്ടി കിസ്സപ്പാട്ടേ കേട്ടുള്ളൂ. പിന്നെ നമ്മൾ 313 അപ്പത്തിൻ്റെ പോരിശയും ഇപ്പോൾ 300 ആടിനെ വെട്ടിയ പോരിശയും മാത്രമേ കേട്ടുള്ളൂ.
അതിനപ്പുറത്ത് സംഭവ ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിന്റെ കരുത്തിന്റെ ഉറവിടമായ യാഥാർത്ഥ്യം പഠിക്കാതെ പോയ നിസ്കാരത്തഴമ്പുകാർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. ബദർ അത്ഭുതം സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രചോദനമാണ്. ബദർ വിശ്വാസികളുടെ പ്രചോദനദായകമാണ്. അത് വിശ്വാസിയുടെ കരുത്താണ്. റമദാൻ വിശ്വാസിയുടെ അലസതയുടെ കാലമല്ല, റമദാൻ വിശ്വാസിക്ക് കരുത്തിന്റെ കാലമാണ്. ആ കരുത്തിന്റെ വിജൃംഭിതമായ മുഖമാണ് ബദർ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് എന്ന് കഴിയുന്നുവോ അന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാകും, അത് നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാകും, അത് നമുക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടാൻ ശക്തി കിട്ടും. അള്ളാഹു ഇസ്ലാമിന്റെ എതിരെ അച്ചുതണ്ടിനെ, പൈശാചിക അച്ചുതണ്ടിനെ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. ബദറിന്റെ ആവർത്തനം തമ്പുരാൻ സാധ്യമാക്കുമാറാവട്ടെ. ആ മാർഗത്തിൽ പോരുന്ന വിശ്വാസികൾക്ക് തമ്പുരാന്റെ സഹായം ഉണ്ടാകുമാറാവട്ടെ. ഗസയിലെ സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അവരുടെ നാട് മോചിതമാകുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദിസ് യഹൂദന്റെ അഴുക്കിൽ നിന്ന് മുക്തമാകുന്ന സുന്ദരമായ നാളുകൾ സംഭവിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളികൾ ബഹുദൈവ ആരാധനാക്രമത്തിന്റെ അഴുക്കിന് വിധേയപ്പെടുന്ന അവസ്ഥ സംഭവിക്കാതെ അതിൽ മുക്തമാകുന്ന അവസ്ഥയും സംഭവിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസം ഉൾപ്പെടെ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മൾ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.